കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി രാജ്യതലസ്ഥാനത്ത് തിരക്കിട്ട കൂടിക്കാഴ്ചകളും കരുനീക്കങ്ങളും. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ നേരത്തെ പിന്മാറ്റത്തെ കുറിച്ച് ആലോചിച്ചിരുന്നുവെങ്കിൽ ഇനി അതിന് ഒരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. മുഖ്യമന്ത്രിയാവാൻ ഇയാളെക്കാൾ യോഗ്യം ഞാൻ തന്നെ. ആ പൂതി മനസ്സിൽ വെച്ചാൽ പഴയ കാര്യങ്ങൾ ഇടയ്ക്കിടെ ഓർക്കുന്നത് വളരെ നല്ലതാണ്. എങ്കിൽ ഞാൻ ഓർക്കാം. എന്റെ നിലപാട് ഞാൻ കൃത്യമായി പറഞ്ഞു. എനിക്ക് എന്റെ പാർട്ടിയാണ് ഏറ്റവും വലുത്. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാൽ മതി. തീരുമാനിക്കാനുള്ള നിർണായക ചർച്ച ഇന്ന് നടക്കെ രണ്ടും കൽപ്പിച്ചുള്ള ക്ലൈമാക്സ് പോരിൽ 3 ചേരിയും. കൂട്ടുകാർക്കിടയിൽ ഉണ്ടാവുന്ന ചില ചില പ്രശ്നങ്ങളുണ്ട്, അതങ്ങ് ക്ഷമിച്ച് കളയാൻ പറ്റൂല. തരൂലെന്നാ? എന്ത് തരൂലെന്ന്? കെ.സി. വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി, താങ്കൾക്ക് വേണമെങ്കിൽ വരാം. രമേശ് ചെന്നിത്തല അവിടെ നിൽക്കുന്നു, വി.ഡി. സതീശനുണ്ട്, കെ. മുരളീധരനുണ്ട്, ശശി തരൂരുണ്ട്. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. എങ്ങനെ മൈനസ് ചെയ്തു? കുഴപ്പമില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ മിനിറ്റുകൾക്കകം തീരുമാനിക്കും. കോൺഗ്രസിന്റെ ശൈലി അതാണ്. ഹൈക്കമാൻഡ് അഭ്യർത്ഥിച്ചാലും 3 നേതാക്കളിൽ ആരും സ്വയം പിന്മാറില്ല. ഓഹോ, അത് ശരി. അപ്പോൾ രണ്ടും കൽപ്പിച്ചാണല്ലേ? ഞാൻ വയലന്റ് ആകാതിരുന്ന അയാളുടെ ഭാഗ്യം. അല്ലെങ്കിൽ ഒരാഗ്രഹങ്ങളും അത്തരത്തിലില്ല. ഇന്നതാവണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു. അയ്യടാ, നീ അങ്ങനെ തനിച്ച് ബുദ്ധിമുട്ടണ്ട, ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. ആർക്കും ആഗ്രഹം വരുന്നൊരു കുഴപ്പം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഞങ്ങൾക്ക് സതീശൻ മുഖ്യമന്ത്രിയാണോ? അയാൾ അത്രയും കഷ്ടപ്പെട്ടിക്ക്. ഞാനും അതിനെ പിന്താങ്ങുന്നു. അതിനപ്പുറം ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി കടിപിടിച്ച് വലിച്ചു മുന്നോട്ട് കൊണ്ടുപോയി പാർട്ടിയിലെ ഐക്യം തകർക്കുക എന്നുള്ളത് എന്റെ അജണ്ടയിൽ പെടുന്നതേ അല്ല. എന്റെ പൊന്നും കൊടുത്ത ചേച്ചിയല്ലേ ഇത് എനിക്ക് തരുമോ? എനിക്കിതാ ചേച്ചി. അപ്പൊ രണ്ടുപേർക്കും വേണോ ഇല്ലേ? പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ളത് കോൺഗ്രസിന്റെ ഭാഗത്ത് വി.ഡി. സതീശൻ തന്നെയാണ്. അപ്പൊ പിന്നെ നമുക്ക് ഈ യോഗം പിരിച്ചുവിടാം. അയ്യോ, നമ്മുടെ കാര്യം അത് ആയുസിന്റെ വലിപ്പം പോലെ ഇരിക്കും. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.